അവർ ചന്ദനക്കുറി തേച്ച് പൂന്നൂലിട്ട് കുടുമി കെട്ടാണ് നസാണ് ക്രൈസ്തവർ ജീവിച്ചിരുന്നത് 16, 17, 18 നൂറ്റാണ്ടിലൊക്കെ. ബ്രാഹ്മണ പാരമ്പര്യത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. ആയിരിക്കണം നിർബന്ധമില്ല. കാരണം അത് കാലഘട്ടങ്ങളോട് രൂപപ്പെട്ടു വന്നതായിരിക്കാം. 8 നൂറ്റാണ്ടിലെ ബ്രാഹ്മണ കുടിയേറ്റം കൊണ്ട് ഭാഗമായിട്ട് അവർ നിശ്ചയിച്ച ഒരു സോഷ്യൽ ഓർഡറുണ്ട്. ആ സോഷ്യൽ ഓർഡറിൻ്റെ ഭാഗത്ത് ആരെല്ലാം കുടുമി കെട്ടണം, ആരെല്ലാം പൂന്നൂലിടണം അവർ നിശ്ചയിച്ചതാണ്. അപ്പോൾ ചിലപ്പോൾ ഇവരുടെ ബ്രാഹ്മണർ ഇവർ കൊടുത്തുണ്ടായിരുന്നുകൊണ്ടായിരുന്നു, നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിൻ്റെ ഒരു 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 പാരമ്പര്യം നസാണ് ക്രൈസ്തവരുടെ ഇടയിലുണ്ട്. അവർ പുല അനുഷ്ഠിച്ചിരുന്നു. മരിച്ചു കഴിയുമ്പോൾ പുല, ജനിച്ചു കഴിയുമ്പോൾ പുല, സ്പർശനം കൊണ്ട് പുല, ഇങ്ങനെ ഈ പുലകൾ പൊള്യൂഷൻ എന്ന് പറയുന്നത് അത് അശുദ്ധിയാണ്. അപ്പോൾ മരിച്ചു കഴിയുമ്പോൾ പുലയുടെ എന്തിനും അവർ അനുഷ്ഠിച്ചിരുന്നു. അവർ ശ്രാദ്ധം ആഘോഷിച്ചു. ഇതെല്ലാം ആ ചുറ്റുപാടുള്ള സാംസ്കാരിക അനുഷ്ഠാനങ്ങളെല്ലാമാണ്. ഇതിനെ ക്രൈസ്തവൽക്കരിച്ചു എന്നുള്ളതാണ്. ഇതെല്ലാം മാർത്തോമാശ്ലീഹയുടെ മാർഗവും വഴിപാടായിട്ട് അവരെടുത്ത്. മാർത്തോമാശ്ലീഹ സുവിശേഷം പ്രസംഗിച്ചിട്ട് ഒത്തിരി നാൾ കഴിഞ്ഞിട്ട് ഇവിടെ രൂപപ്പെട്ടു വന്ന സാംസ്കാരിക അനുരൂപണങ്ങളാണ്, സാംസ്കാരിക രീതികളാണ്. പക്ഷേ ഇതിനെല്ലാം തോമാസയോട് ബന്ധപ്പെട്ടാണ് അവർ കാണുന്നത്. തോമാസയുടെ മാർഗവും വഴിപാടെന്നാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, പോർട്ടുഗീസുകാർ വന്നിട്ട് ഞങ്ങളുടെ തോമാസയുടെ മാർഗത്തെ ഞങ്ങൾ മാറ്റി പത്രോസിൻ്റെ മാർഗത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ സമ്മതിക്കില്ല. പത്രോസിൻ്റെ മാർഗത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല. ഞങ്ങൾ തോമാസയുടെ മാർഗത്തിൽ ജീവിച്ചാൽ മതി. അപ്പോൾ തോമാശ്ലീഹയുടെ ഒരു 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 ആ പ്രേക്ഷിപ്രവർത്തനം ഉണ്ടായ ഒരു സ്വാധീനം പുക്കിൾക്കൊടിയിലൂടെ ഒരു കുഞ്ഞിന് അമ്മയ്ക്കുണ്ടാകുന്നൊരു ബന്ധം പോലെയാണിത്. മുറിഞ്ഞു പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. അവർ ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാരണവശാലും പത്രോസിൻ്റെ കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പ പത്രോസിൻ്റെ പിന്തുടർച്ചക്കാരനാണ്. അതിന് ബന്ധപ്പെട്ട് നിൽക്കാനായിട്ട് ഞങ്ങളുടെ തോമാസോട് ബന്ധപ്പെട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഫ്രയർ ജോർദാനൂസ് 1321 ഇന്ത്യ വരുമ്പോൾ, കേരളത്തിൽ വരുമ്പോൾ അദ്ദേഹം എഴുതിയ വലിയൊരു പുസ്തകമുണ്ട്, മിറാബിലിയ ദിസ്ക്രിപ്ത എന്നാണ്. മിറാബിലിയ ദിസ്ക്രിപ്ത എന്നതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് ലഭ്യമാണ്. അതിനകത്ത് പറയുന്നുണ്ട് ഇവിടെ കൂടെ ക്രിസ്ത്യാനികൾ അവിടെ താമസിക്കുന്നു, ഇവിടെ താമസിക്കുന്നു, ഇവിടെ എല്ലാം താമസിക്കുന്നുണ്ട്. അവരെല്ലാം പറയുന്നു അവർ മാർത്തോമ ക്രിസ്ത്യാനികളിൽ നിന്നാണ് മാംസം മുങ്ങിയെന്നാണ്. ക്രിസ്തുവിനേക്കാളും വലുതാണ് മാർത്തോമ എന്ന് അത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും പ്രാധാന്യം മാർത്തോമാശ്ലീഹ ഇവർ കൊടുത്തിരുന്നുള്ളതാണ്. കാരണം എന്തു വന്നാലും തോമാസോട് ബന്ധപ്പെടുത്തിയവർ കാണുന്നത്. ഇതൊരു സാംസ്കാരിക മനസ്സിലാക്കലാണ്. ഞാൻ ചരിത്രപരമായിട്ടുള്ള ഒരു മനസ്സിലാക്കുന്നതിനേക്കാളേറെ അവരുടെ അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളെല്ലാം അവരുടെ വിശ്വാസം ത്തിന് തുടക്കം തന്ന ആ വ്യക്തിയോട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക, അവരുടെ ബന്ധപ്പെട്ട് അവരുടെ അനുഷ്ഠാനങ്ങൾ എടുക്കുക. അതിന് തിരുത്താനും മാറ്റാൻ ആരും ശ്രമിക്കുന്നു അവർക്കത് വിഷമമാണ്. അതാണ് അവർക്ക് കാണല്ലോ. ഈ തോമാശ്ലീഹയുടെ മാർഗവും വഴിപാടും ഇതാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. ഇത് തെറ്റ് ചെയ്താൽ പാപമാണ്. ഇതവർ മനസ്സിലാക്കില്ല. തെറ്റ് ചെയ്യാൻ ആര് പറഞ്ഞാലും അത് ഞങ്ങളെ ശിശുമയിലേക്ക് തള്ളുന്നതാണ്. അതുകൊണ്ടാണ് പോർട്ടുഗീസുകാർക്കെതിരായിട്ട് തിരിഞ്ഞത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വന്ന സംസ്കാരം വലിയൊരു മനസ്സിലാക്കൽ, അതാണ് ഒരു പ്രത്യേകത. ഇതാണ്